ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വൈകിട്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ, കറക്റ്റ് വൈകിട്ടൊക്കെ ആയപ്പം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഗൈസ് ഞാനൊരു മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. അപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ആ സാധനം ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതാണ് ഗൈസ്. അപ്പം വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. നമുക്കൊന്ന് ചാനലൊന്ന് സെറ്റാക്കി താ ഗൈസ്. നമ്മളിപ്പം നമ്മുടെ ഒരു അക്കൗണ്ടിലാണ് വന്നേക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടാണ്. അല്ല, എൻ്റെ കസിൻ ചേട്ടൻ്റെ അക്കൗണ്ടാണ്. അപ്പം ഈ അക്കൗണ്ടിലാണ് ഞാനിപ്പം വന്നേക്കുന്നത്. ഇപ്പോൾ സംഭവം നോക്കുവാണെങ്കിൽ നമുക്ക് ഗിൽഡ് വാർ ഒന്ന് കളിക്കണം. എനിക്ക് അവനെ ആദ്യം ഒന്ന് വിളിക്കട്ടെ. നമ്മുടെ ഗിൽഡിലുള്ള ഒരു ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ആരാന്നൊന്നും അറിഞ്ഞൂടാ, ഏതോ ഒരാൾ നമ്മൾ നമുക്കൊരു ഗിൽഡ് വാർ കളിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അവൻ വരുവാണെങ്കിൽ നമുക്കൊരു BR ഗിൽഡ് വാർ കളിക്കാം. അവൻ വരുന്നില്ലല്ലോ ഗൈസ്. അപ്പം വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് ഗൈസ് നിങ്ങൾക്ക് പറ്റിയ ഗൈസ് 400 സബ്ബാക്കിത്താൽ നമുക്ക് പവർ ആവണ്ടേ. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം പറയണം. എൻ്റെ ഒരു സബ്സ്ക്രൈബറല്ല, എൻ്റെ ഏതൊരു സബ്സ്ക്രൈബറാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇന്നത്തെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം അവൻ കയറി വന്നിട്ട് ഇങ്ങനെ ആരാന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇൻവൈറ്റ് അടിച്ച് മലയാളിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇൻവൈറ്റ് അടിച്ച് കയറി വന്നപ്പോൾ തന്നെ അവൻ കുറേ നേരമായി അവനിരുന്ന് തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കും. ഞാനതൊന്നും മിണ്ടുന്നില്ല. അവനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് എന്നാ അങ്ങനെ പറ്റിയെങ്കിൽ നമ്മളിങ്ങനെ തെറി വിളിക്കുക, നീ പറയടാ എന്തെങ്കിലും എന്ന്. ഇവനാണ് ഒന്നുമില്ല, ഭയങ്കര തെറി വിളി. വെച്ചാൽ ഞാൻ അവൻ്റെ ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് പോയി വന്നിട്ടുണ്ടല്ലോ. അവന് പിന്നെ ഇങ്ങനെ റിക്വസ്റ്റ് ഇട്ട് ഞാൻ മടുത്ത് ഞാൻ ചത്ത അവസാനം ഞാൻ ഗെയിമിങ്ങിനെ അങ്ങ് പോയി. ഞാൻ പോയി ചേരം TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേട്ടനില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട്, കസിൻ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്. അപ്പം ഈ അക്കൗണ്ട് ആ ചേട്ടൻ്റെ കയ്യിലും എൻ്റെ കസിൻ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലും പിന്നെ എൻ്റെ കയ്യിലുമാണ് ഉള്ളത്. അപ്പം എൻ്റെ കസിൻ ചേട്ടൻ ഇങ്ങനെ കളിക്കാൻ വേണ്ടി കയറിയേ. ഞാനാണെന്ന് വിളിച്ച് എൻ്റെ കസിൻ ചേട്ടനെ നല്ലപോലെ തെറി വിളിച്ച്. എൻ്റെ കസിൻ ചേട്ടൻ വിട്ടുകൊടുത്തില്ല, അവന് നല്ലപോലെ അങ്ങ് തെറി വിളിച്ച്. അപ്പോൾ ഭയങ്കര സീനായിരുന്നു. സീനെന്ന് പറഞ്ഞാൽ അവനിരുന്ന് കരഞ്ഞോ മോങ്ങോ എന്തൊക്കെയോ ചെയ്ത്. മോങ്ങിയൊന്നുമില്ല, അവൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവനങ്ങ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് പോയി. ചേട്ടനോട് ചുമ്മാ തെറി വിളിച്ചപ്പോൾ ചേട്ടൻ കയറി തെറി വിളിച്ച് തിരിച്ച്. സാറേ ഞാൻ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ചേട്ടൻ വിളിച്ച് പറഞ്ഞ്, എടാ നിൻ്റെ അക്കൗണ്ടിൽ കയറിയപ്പോൾ ഏതോ ഒരുത്തൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ അപ്സെറ്റ് ചെയ്ത് അവൻ വന്നപ്പോൾ തൊട്ട് തെറി വിളിച്ച്, നിനക്കറിയാവുന്ന വല്ലവരും ആണോ, ഞാനും തിരിച്ച് വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പോൾ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം പറഞ്ഞു, എടാ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഏതോ ഒരുത്തൻ കയറി വന്നിട്ട് ഞാനും കയറി വരുന്ന നേരത്ത് ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി അങ്ങനെ വിളിക്കുവാണെങ്കിൽ നീ നല്ലത് പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയത്തില്ല, ചേട്ടനോട് ഞാൻ പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ പറഞ്ഞു, എന്നോട് ഈ പറഞ്ഞാൽ മതി, ഞാൻ കയറി വന്ന് തെറി വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ അവൻ പിന്നെ വന്നിട്ടേ ഇല്ല, ഫ്രീ ഫയർ കയറിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ കുറേ നോക്കി ഫ്രീ ഫയർ കയറിയിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ്റെ UID ഒന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റിലുള്ള ഒരാളാണ്. അവനെ ഡിലീറ്റ് ആക്കണമെന്ന് എനിക്കിതൊന്നും ഇല്ല. അപ്പം എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റുള്ള ഒരാളാണ്. ഞാൻ അവൻ്റെ പ്രൊഫൈലൊന്നും കാണിക്കത്തില്ല, മോശമല്ലേ, നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല. എടാ ഗിൽഡ് വാർ കളിക്കാൻ ഒരുത്തനെ വിളിച്ചടാ, അവൻ പോയടാ, എന്നെ പരിപാടിയാടാ കാണിക്കുന്നത്, കളിക്കാൻ പാടാ. ഇവിടെ ഒരുത്തനുണ്ട്, ഇവനാണ് ഞാൻ ഇവിടെ റിക്വസ്റ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പിന്നെ നമ്മുടെ ഗിൽഡ് കയറാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കയറുക. നമ്മുടെ UID ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3040739464 നല്ലൊരു ഇതാണ്. നിങ്ങൾ പോയി നമ്മുടെ ഗിൽഡിലൊക്കെ കയറുക. മുഫാസ എന്നാണ് ഗൈസ് നമ്മുടെ ഗിൽഡിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന കമൻ്റൊക്കെ വായിക്കാം ഗൈസ്. ഞാൻ കുറേ നാളെ കമൻ്റൊന്നും വായിച്ചിട്ടില്ല, നമ്മളിപ്പോൾ വായിക്കാൻ പോവാണ്. അതിൽ ഏകദേശം 4 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആകാശ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ബ്രോയുടെ
ഫേസ് കാണിക്കാമോ? ഓക്കെ ഓക്കെ. എടാ ആകാശം, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ പറയാം, 1K നീ 1K അടിപ്പിക്കുവാണെങ്കിൽ ഞാൻ ഫേസ് റിവ്യൂവിൽ കാണിച്ചു തരാടാ. നീ വാ, നമുക്ക് ഞാൻ എൻ്റെ ഫുൾ ഫേസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. 1K അടിക്കട്ടെ നമുക്കപ്പം. നിങ്ങൾ വിചാരിച്ച എന്ത് നടക്കും ഗൈസ്. 1K അല്ല 1 മില്യൺ വരെ അടിക്കും. അപ്പം നിങ്ങൾ വെറുതെ ചാനൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ കേട്ടോ. പിന്നെ ആകാശ് ബ്രോ ഫ്രണ്ട് ആക്കാന അല്ല ബ്രോ അക്കൗണ്ട് പൊളിയാകാൻ എന്തോ ചെയ്യാൻ, നമ്മളിച്ചിരി സീന, അതുകൊണ്ടാണ്. ബ്രോ അക്കൗണ്ട് പൊളിയാന്ന് അവൻ ഉദ്ദേശിച്ച്, ഞാൻ വായിച്ചത് വേറെ എന്തോ. ബ്രോ എന്നെ ഫ്രണ്ട് ആക്കാമോ? എടാ ശരിയടാ, ഫ്രണ്ടൊക്കെ ആക്കാം. നീ എൻ്റെ UID സെർച്ച് ചെയ്ത് ഇവിടെ ഞാൻ UID എടുത്തിട്ടുണ്ട്. 2335885513. അപ്പോൾ ഇതാണ് നമ്മുടെ UID. അപ്പം ഞാൻ ഫ്രണ്ട് ആക്കേണ്ട ആൾക്കാർക്കൊക്കെ ഫ്രണ്ട് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ട്, ഫ്രണ്ട് ആക്കുക. ഓക്കെ. പിന്നെ വല്ലതും വന്നു. പിന്നെ ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു, മറ്റേ പ്ലേയിങ് CS റാങ്ക് മുഫാസ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ. അതിൽ 40 ലൈക്കീസ്, 40 പറഞ്ഞാൽ 40. ഫ്രണ്ട് ആക്കാമോ പ്ലീസ്? ആക്കാമോ പ്ലീസ്? എടാ ഫ്രണ്ടൊക്കെ ആക്കാം. എന്തായാലും ഞാൻ ഇവിടെ UID എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഫ്രണ്ട് ആക്കുക. ബ്രോ ടോപ്പ് ക്രിമിനൽ റിങ് സ്പിൻ ചെയ്യുമോ? എടാ എനിക്ക് ഡയമണ്ട് ഒന്നും ഇല്ലടാ. നമ്മൾ ദാരിദ്ര്യമാണ്. വാ, യു വിൻ ഐ ഗിഫ്റ്റ് യു ഐ ഇമോട്ട്. ഓക്കെ ബ്രോ ഹലോ എന്നാണോ? ഹലോ ബ്രോ, UID ഓർമ്മ റമു എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. 1v1 വാ ന്യൂബേ. ഇത് ഞാൻ കണ്ടതാണ്. ഇവന് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇവനാണ് കറക്റ്റ് സമയം അവൻ പറഞ്ഞു, ടുമാറോ ജൂലൈ 10 6:30 കറക്റ്റ് 6:30 തന്നെ അവന് കളിക്കണമെന്ന്. ഞാൻ പിന്നെ ഒരു റിപ്ലൈ ഇട്ട്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. നീ പറയുന്ന പോലെയല്ല കളിക്കുന്ന കേസ്. ഞാനൊന്ന് ആദ്യം വായിക്കട്ടെ, എനിക്ക് മലയാളം വായിക്കാൻ ഇച്ചിരി പാടാം. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത്, ഞാനല്ല എൻ്റെ അമ്മൂമ്മയെ കാണപ്പെടാം. ഓക്കെ. നീ പറയും കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. നീ പറയുന്ന പോലെ കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. നീ വന്ന് പഠിക്കുമെന്ന് അല്ല പഠിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ ഞാൻ ടുമാറോ ജൂലൈ 10 അതും 6:30 തന്നെ അവന് കളിക്കണം. അവൻ 1v1 കളിച്ചില്ലെങ്കിൽ സമാധാനമില്ല. ഏതോ കൃഷ്ണ എങ്ങനെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അതൊന്നും അറിയണ്ട. നീ പറയുന്ന പോലെ കളിക്കുന്ന എനിക്ക് പറ്റത്തില്ല. എനിക്ക് പഠിക്കാനുണ്ട്. നീ വന്ന് പഠിക്കുമോ? ഞാൻ നന്നായി അവനോടിങ്ങനെ ചോദിച്ചു. എനിക്ക് ഒന്നാമതേ ഭയങ്കര സങ്കടമാണ്. അപ്പം ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചു പോയ ദിവസമാണ് ഗൈസ്. 10 ആ 10 എനിക്ക് തോന്നുന്നത്. അപ്പം തന്നെ ഇവനിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യണം? ഞാൻ അവനോട് എടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയണോ? ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അവന് വിഷമമായെങ്കിൽ വിഷമാവട്ടെ, ഞാൻ എന്നാ ചെയ്യാനാ? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് കളിക്കാൻ പോവാം. ഞാൻ രാവിലെ ഇട്ട വീഡിയോ ഭയങ്കരമായിട്ട് സ്പീഡിലാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഗൈസ്. ആടാ നമ്മുടെ ഗിൽഡിൽ എപ്പോഴും നല്ലപോലെ കളിക്കുന്ന ആൾക്കാർ വല്ലതും. ഇവൻ വന്ന് ഇവൻ വന്ന് പിന്നെയും വന്ന്. ഇവനാണ് റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറേ നേരമായി. ഇവനാണ് അപ്സെറ്റും ചെയ്യുന്നില്ല. ഗൈസ്, നിങ്ങൾ കളിക്കുന്ന ആൾക്കാർ നിങ്ങൾ എപ്പോഴും കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഗിൽഡിൽ നിന്ന് കയറി ഗൈസ്. നമുക്കൊന്ന് പുഷ് ചെയ്യാം. നമുക്ക് ഇന്ത്യ ടോപ്പ് 1 ആയാലോ? അല്ലെങ്കിൽ വേണം നമുക്കൊരു ഇന്ത്യ ടോപ്പ് 100 ആയാലോ? 100 നമുക്ക് സീനാക്കണ്ടേ?
ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രയോഗിക്കണം. പ്രയോഗിക്കണം. ആണോ ഇവനെ കുറേ നേരം കട്ടോ ഇതെനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഗൈസ്, നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട്, സെക്കൻഡായിരുന്നു തേർഡോ സെക്കൻഡ് അക്കൗണ്ട് DPFF 10K. പ്രോ പ്ലെയർ. ഓ, ഞാനാണ് ഈ അക്കൗണ്ട് ഇപ്പോൾ തുറന്നിട്ട് എത്ര നാളായെന്നറിയാമോ? ഇന്നും കൂടെ തുറന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ 50 ലെവലുള്ള പ്രണവ് മലയാളി സബ് മൈ ചാനൽ ഉഫാസ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യണം. നമുക്ക് പവർ ആവണം. ഗൈസ്, അവൻ പോയി. ഇതെന്നാ പരിപാടിയാണ്? ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആ പൊട്ടൻ പോയി. എന്നെ കള്ളത്തരാടാ. അവന്തേ പോയി. ഇതെന്നാടാ ഇങ്ങനെയൊക്കെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എല്ലാത്തിനെയും കൊണ്ട്. യോഗി എന്താ കോക്രോച്ച് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. ഫ്രണ്ട് റിക്വസ്റ്റും പോട്ടെ. ഓക്കെ. യോഗി നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്ത്. Hi Yogi, I am nice to meet you. What are you doing? അതെന്നാ പരിപാടിയാ? എടാ പോടാ. നീയൊക്കെ യൂട്യൂബറിനെ ബഹുമാനിക്കാൻ പോയി പഠിക്കണം ആദ്യം. അവൻ നൈസായിട്ട് എന്നെ കിക്കടിച്ച്. ഓക്കെ, നമുക്കൊരു ലോമോൾഫ് കളിക്കാം. ഞാൻ വിചാരിച്ചിരുന്നു ബി ആർ മറ്റേ CS കളിക്കാമെന്ന്. ഞാൻ BR കളിച്ച് മടുത്ത് കേസ്. ഞാൻ അവസാനം ഹീറോയ്ക്കൊക്കെ അടിച്ച് കേട്ടോ. നമ്മൾ സീനാക്കി. നമ്മൾ CS മാസ്റ്റർ ആയിട്ടുണ്ട്. മാസ്റ്റർ ഞാനല്ല അടിച്ച്. ഓക്കെ, അപ്പം BR ഹീറോയ്ക്ക് അടിച്ച ഞാനും മറ്റേ ഈ അക്കൗണ്ടിലെ ഞാൻ പറഞ്ഞില്ലേ, ഈ അക്കൗണ്ടിലെ ഞാൻ പ്രധാനമന്ത്രിയും പോട്ടെ, ഈ അക്കൗണ്ടിൻ്റെ മെയിൻ ഓണർ. അപ്പം എൻ്റെ കയ്യിലും ഉണ്ട്, ആ ഓണറിൻ്റെ കയ്യിലും ഉണ്ട്. ഇതെന്നാടാ? എടാ പട്ടി പോയടാ. എന്നെ പരിപാടിയാടാ. ലോങ് വുൾഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയി. നീയൊക്കെ ഒരു കാലത്തും കുളം പിടിക്കത്തില്ലടാ. എന്നെ പരിപാടിയാടാ നീയൊക്കെ കാണിച്ച്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനാണ് ഇന്നത്തെ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഗിൽഡ് ഇൻവൈറ്റ് കൊടുക്കുന്നുണ്ട്. ആരും അപ്സെറ്റ് ചെയ്യുന്നില്ല. ധാരാളം ഇരിക്കാം നമുക്ക്. എന്തുവാടാ പാട്ടൊക്കെ കേൾക്കുന്നത്? ഇവൻ DJ വല്ല പരിപാടിയാണോ? പാട്ടൊക്കെ കേൾക്കുന്നത് എന്തോ കാക്കയുടെ കൊച്ചയൊക്കെ സീൻ തന്നെ. ഓക്കെ, അപ്പം എനിക്ക് എന്തോ ഞാൻ പറയാൻ വരുന്നത്, ഞാൻ മറന്നുപോയി എന്നാ പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു ലോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ നമ്മൾ ഇച്ചിരി സീനാണേ. ഓക്കെ, പിന്നെ നമ്മൾ എനിക്ക് മേലെ ഞാൻ ഫ്രീ ഫയർ കളിച്ചപ്പോൾ മടുത്ത് എന്ന് പറയുന്നില്ല, ഞാൻ പറയത്തുമില്ല. ഞാൻ എന്നായിരുന്നു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ. മൈൻക്രാഫ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ട് 2 വർഷമായി. 2 വർഷമായിട്ടില്ല. എടാ MP5 പ്രോ പ്ലെയറിനോടാണ് കളി നിൻ്റെയൊക്കെ. ആ വന്നിട്ട് കുറേ ഡാം വന്ന് നമ്മൾ വിട്ടു കൊടുക്കുമെന്ന് നമ്മൾ ഹെഡ്ഷോട്ട് അടിച്ച്. ഹെഡ്ഷോട്ടല്ല, ബോഡി ഷോട്ട്. അയ്യടാ, അതന്നെ വരുന്നത്. അത് കളകളി. ഓഫ്. യെസ്, അപ്പം ഇതാണ് നമ്മുടെ കളി. ഇവൻ അവൻ്റെ ആ വളിഞ്ഞ മോന്ത കാണിച്ച്. നമ്മൾ ഇമോട്ടിട്ടപ്പോൾ അവൻ്റെ വളിഞ്ഞ മോന്ത കാണിച്ച്. അവൻ ഇമോട്ടിട്ട പിന്നെയും കുഴപ്പമില്ല. അവൻ്റെ വളിഞ്ഞ മോന്ത കയറ്റി കാണിച്ചു. അവൻ്റെ മൂക്കിൻ്റെ അണ്ണാക്കി കയറ്റിയിട്ട് അവൻ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ചു. നമുക്ക് റിവെഞ്ച് എടുത്താലോ? 1-1 വയസ്സ്. അവൻ വരട്ടെ. ഓ, അത് കളകളി. ഏതാ മോനെ. എടാ നീയൊക്കെ പോയി ചാവുന്നയാടാ ഭേദം. ഞാൻ ലോലിമോട്ടിട്ട് ഇപ്പം ഇനി ഇവനെ അടിച്ചിട്ട് ഇമോട്ടിട്ട് ഞാൻ ചാവും. പറയാൻ പറ്റില്ല. ഇവനെല്ലാം റിപ്പോർട്ട് ഇട്ട് തന്നാൽ ഞാൻ മൂഞ്ചുവേ. ഇവൻ റിപ്പോർട്ട് ഇട്ട് തന്നാൽ ഞാൻ മൂഞ്ചുവേ. എടാ നീ എന്ത് ചെയ്യാടാ? അതേ പോന്നു.
എടാ 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 ഇതേടാ വൈഫൈ പെട്ടെന്ന് പോയി, നെറ്റില്ലായിരുന്നു, നെറ്റ് പെട്ടെന്ന് പോയതുകൊണ്ടാണ്. ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ എടാ ന്യൂ ബനി MB40 എടുത്തോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കളി കഴിക്കും. എൻ്റെ ഏതാ MB40 ഇവോയായിരിക്കുന്നത്. നീയൊക്കെ പിന്നെ എന്നാടാ വിചാരിക്കണ്ട. ഇപ്പം കാണിച്ചു തരാം ഗൈസ്. അവൻ്റെ തല തെറിക്കുന്ന ആയന പരിപാടി. ഓക്കെ അവന് ഹെഡ് ഷോട്ട് കൊടുത്തു. അയ്യോ അത് വരുന്നില്ലേ, അത് കളി കണ്ട മക്കളെ, നമ്മൾ കുറെ കണ്ടത്, നമ്മളിതൊക്കെ കുറേ കണ്ടതാ മക്കളെ. എന്നാ കക്കൂസിന്ന് ഇച്ചിരി തീട്ട എടുത്ത് തിന്നു. അല്ല പിന്നെ ഏതാ, നമ്മളത്ര ഉള്ളൂ. നമ്മൾ അപ്പം 3-2 എന്നുള്ളൊരു കളിയിലാണ് ഇരിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു പഴഞ്ചൊല്ലി നിങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെ സൂക്ഷിക്കാറേ ഉണ്ടായിരുന്നു, ഇപ്പം സൂക്ഷിക്കാറില്ല. അതൊക്കെ പിന്നെയും ഗൈസ് നെറ്റ് പോയി, അതുകൊണ്ടാണ്. നമ്മുടെ ബോസ് രാജാ വൈറ്റി ബിഗ് ബുൾ എന്നെങ്ങാണ്ട പറയുന്ന ഗിൽഡിലുള്ള ഏതൊരു ബാക്കി ഞാൻ പറയുന്നില്ല, ഏതൊരു മണ്ടൻ. ഓക്കെ മതി. ഗൈസ് കണ്ടോണേ. സോറി ഗൈസ്, ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യേണ്ടാവുന്നത് കൊണ്ടാണ്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ കളി കഴിഞ്ഞില്ല. കളി ഇതുവരെ കഴിഞ്ഞില്ല, കഴിയത്തുമില്ല. 3-3. ആണോ അതന്നെ പരിപാടി. ഇപ്പോഴാണ് കറക്റ്റായത്. താഴെ വീഴത്തില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ താഴെ തന്നെ കേൾക്കുന്നു. ഞാൻ ഫ്ലാഷ് എറിഞ്ഞ തന്നെ പരിപാടിയാണ്. ഫ്ലാഷൊക്കെ വലിച്ച് വാരി എറിഞ്ഞ്. ഓ ഹെഡ് ഷോട്ട് മക്കളെ. ഞാൻ ഈ കളി എടുക്കുകയും ചെയ്യും, ഇമോട്ട് ഇടുകയും ചെയ്യും. നീ എന്നാ ബോസ് രാജാ വൈറ്റി നീ എന്നാ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. കയ്യിലിരിക്കുന്ന രമണ്ടൻ സാധനമാണ്. ഇതിട്ട് കളിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് നിനക്ക് വേണം, കഴിവ് കേട്ടോ മക്കളെ. കഴിവ് ഞാൻ പറഞ്ഞ് ചുമ്മാ ആയിപ്പോയി കേട്ടോ. കഴിവുണ്ട് കേട്ടോ, നല്ല കഴിവാണ്. അതുള്ള കളി എന്നാ പരിപാടി. അവന് ഞാൻ ഡാമേജ് കൊടുത്ത് അവൻ എനിക്കും തന്നു. ഓക്കെ ഓൾ ക്ലിയർ. എടാ എവിടുന്നാ വരുന്നതെന്ന് പറയണേ. കണ്ട കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ അടിക്കുവാണ്. ഞാൻ എന്തിയാടാ നീ എന്തിയാടാ പോടാ. ചാടി അങ്ങ് പോയല്ലേ യശോദേ. അത് പറ്റത്തില്ല അത് കളക്കളി. പോളാ നീയൊക്കെ. നിന്നെയൊക്കെ അടിച്ച് 4-4 വാശിയേറിയ പോരാട്ടം. നിങ്ങൾ പറ ആര് ജയിക്കും? ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ ബോസ് രാജാവായിട്ട് ജയിക്കുമോ? നിങ്ങൾ കണ്ടോ, ഞാൻ എടുക്കാൻ പോകുന്ന സാമാനം നിങ്ങൾ കണ്ടാൽ പിന്നെ തെറിച്ചു ഫുള്ള് കുത്തിപ്പിടി ഗൈസ്. MB40 ഇവോ, MB5 ഏതൊരു ഗണ്ണ്, പിന്നെ ഡെസേർട്ട് ഈഗിൾ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നു. ഓക്കെ ഡെസേർട്ട് ഈഗിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഞാൻ ഇതിട്ടിട്ട് കളിക്കാറില്ല. ഓക്കെ അയ്യോ അത് വല്ല കളകളെ ആയന പരിപാടി. ഓക്കെ ഓടിക്കോ. പേടിച്ചു തൂരൻ ഓടിപ്പോയി. എടാ നീ ആണാണേ വാടാ, ഞാൻ ഇമോട്ടിട്ട് കളിക്കും ഇവിടെ. വേണ്ട എനിക്ക് പേടി. ഷോ കാണിച്ച അവസാനം നമുക്ക് ഒരു കാറിലൊക്കെ ഇരുന്നാലോ, ഏതാ മൂടായാലോ. എടാ മക്കളെ ഗായ്സ്, കറക്റ്റാവും വന്നപ്പം നെറ്റ് പോയി ഗായ്സ് എൻ്റെ. അയ്യോടാ, അതുകൊണ്ടാടാ ഞാൻ ചത്തത്. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ചെറുതായിട്ടൊന്നു ചമ്മിപ്പോയിട്ടുണ്ട് ഗൈസ്. എടാ അവൻ ചാടി വന്ന് അടിച്ചോണ്ട്, അല്ലെങ്കിൽ ഞാൻ കളിച്ചാനാ. അത് തന്നെ പരിപാടിയാണ്. അപ്പം രാജാവൈറ്റി എന്നാ ബോസ് രാജാവൈറ്റി എന്നാ പരിപാടിയാണ്. നീയൊക്കെ ഒരു കാലത്തും നന്നാവത്തില്ലടാ, ഒരു കാലത്തും. ഗൈസ് ഞാൻ ഇപ്പം വരാൻ നിൽക്കേ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ട് ഫ്ലാഗ് തരാവ്. പുള്ളിക്കാരനാണ് വന്ന വരിക്കങ്ങ് പോയി.
എടാ വന്ന് കയറിയത് ഞാൻ ഫ്ലാഗ് തരാവോ ഗിൽഡ് വാർ ഇടാവോ എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങ് പോയി. അവിടെ നീയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗിൽഡ് കയറാത്തേ നല്ലത്. ഗിൽഡ് വാർ വരാവോ എന്ന് ചോദിച്ചപ്പോൾ ബി ആർ മറ്റേ ഗിൽഡ് വാർ കളിക്കാതെന്ന് വിചാരിച്ചു വന്നപ്പം ഈ മൊണ്ണാരണം ഇവന്മാരൊക്കെ കാരണം നമ്മുടെ ഗിൽഡ് ഒരിക്കലും 7 ലെവലൊന്നും വരത്തില്ല. ഈ മൊണ്ണന്മാരല്ലേ കളിക്കുന്നത്. ഗൈസ് നിങ്ങളൊക്കെ പ്രോ പ്ലെയറാണ് ഗൈസ്. നമ്മുടെ ഗിൽഡ് കയറ് ഗൈസ്. നിങ്ങൾ കളിക്കുന്ന ആൾക്കാർ മീൻസ് ഡെയിലി മാസ്റ്റർ നമ്മളെ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കുന്ന ആൾക്കാരെ കയറ്. നമ്മുടെ ഗിൽഡിൽ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? മിസ്റ്റർ ഗോജ വൈറ്റ് ഈ പൊട്ടറാണ് 6 ദിവസമായി കളിച്ചിട്ടേ ഇല്ല. 6 ദിവസമായിട്ട് ഗെയിമിൽ പോലും കയറിയിട്ടില്ല. ഇത് 6 ദിവസം. ഓക്കെ കറക്റ്റ്. ഇത് 4 ദിവസം. ഇത് 40 40 ഓക്കെ കറക്റ്റ്. നല്ല 1 ദിവസം. അത് പിന്നെയും കുഴപ്പമില്ല. 5 ദിവസം ഓക്കെ നല്ലതാണ്. 3 ദിവസം. ദേ വന്നു. സ്റ്റാർട്ട് ചെയ്യടാ. വാടാ സ്റ്റാർട്ട് ചെയ്യടാ. ഗിൽഡ് വാർ കളിക്കാടാ. സ്റ്റാർട്ട് അവിടെ ഇങ്ങൊക്കെ ഉണ്ടല്ലോ തല്ലി അടിച്ചാൽ പൊട്ടിക്കും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യടാ. പോയടാ നീയൊക്കെ ഒരു കാര്യത്തും നന്നാവത്തില്ലടാ. നീ ഇറങ്ങി വയ്യാക്കി ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണ്ടിരിക്കാൻ. പൊട്ടം വന്ന് എവിടെയായിരുന്നു നിർത്തിയത്? 8 ദിവസം ഒരുത്തൻ. അടുത്തത് ഇത് പിന്നെ കുഴപ്പമില്ല. ഇറ്റ്സ് മുമ്പേ 22 hours ago. ഇത് 5 hours ago, 2 hours ago, 3 days ago, 23 hours ago, 2 days ago, 2 hours ago, 19 days ago, 2 hours ago, 30 hours ago, 7 days ago. ഇത് പിന്നെ ഇപ്പോൾ ഇരുന്ന് കളിച്ചാണ്ടിരിക്കുക. ഇമ്മാരൊക്കെ വിളിച്ചിട്ട് ഇമ്മാരൊക്കെ ഉണ്ടല്ലോ ഇമ്മാരൊക്കെ എന്തോ കാണിക്കാൻ വരുവാണ്. ഇവന്മാരൊക്കെ ഗിൽഡിൽ നിന്നൊക്കെ ഇറക്കണ്ടേ ഗൈസ്. ഞാൻ ഇറക്കാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാമ്പിള്ളാരല്ലേ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഗൈസ് നിങ്ങളൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട് ഗൈസ് കയറി വാ. ആരും ഒന്നും പറയുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ഗിൽഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളൊക്കെ നമ്മുടെ ഗിൽഡിൽ കയറുകയാണ്. നിങ്ങളും നമ്മുടെ ഗിൽഡിൻ്റെ ലീഡറൊക്കെ തന്നെയാണ്. നല്ലപോലെ ഇതൊക്കെ പുഷ് ചെയ്യുവാണ്. നിങ്ങളൊക്കെ ഞാൻ ലീഡറാക്കി മാറ്റും. അപ്പം ഞാനും നന്നായിട്ട് ഞാനങ്ങനെ പുഷ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് കയറി വാ ഗൈസ്. എനിക്ക് മാച്ചപ്പാവുന്നു ഗൈസ്. ഓക്കെ പറഞ്ഞിട്ടെങ്കിലും കാര്യമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യാൻ പോകുന്നു. ആരും നമ്മളൊരു വില തരുന്നില്ല. ആദ്യം ഒരു ലോ വൂൾഫ് കളിച്ച് ആദ്യം ഒരു CS സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചപ്പം ഹോണർ സ്കോറില്ല. പിന്നെ ഞാൻ ഒരു ലോ വൂൾഫ് സ്റ്റാർട്ട് ചെയ്ത് അത് അവൻ എന്തോ ആയിപ്പോയി. അവൻ ലോ വൂൾഫിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു ലോ വൂൾഫ് എടുത്ത് അതേതോ ബോസ് രാജ വൈറ്റ് ചെയ്യും. പുള്ളിക്കാരൻ വന്ന് 4-4 ഇരിക്കുമായിരുന്നു. സമമായിട്ട് ഇരിക്കുമായിരുന്നു. അവസാനം അവൻ ചാടി ഓടി വന്ന് എൻ്റെ തലയടിച്ച് പൊട്ടിച്ച് അതങ്ങ് തോറ്റുപോയി. പിന്നെ ഗിൽഡ് വാർ കളിക്കാനാണെന്നും പറഞ്ഞ് ഒരുത്തനെ വിളിച്ച് അവൻ വന്ന് അവനോട് ചോദിച്ച് ഫ്ലാഗ് തരാവോ ഗിൽഡ് വാർ എടുക്കാൻ. കേട്ടില്ല. അവനങ്ങ് പോയി. അവസാനം ഞാൻ ഗിൽഡ് വാർ എടുത്ത് അവനാണ് റെഡി കൊടുക്കുന്നില്ല. എന്നാ ഒരു വൃത്തികെട്ട ദിവസമാണ് ഇന്നെൻ്റെ. എനിക്കൊരു ഭാഗ്യമില്ല. ഓക്കെ അപ്പോൾ നമ്മൾ അതും പറഞ്ഞാണെങ്കിൽ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ടാറ്റ. നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ശുഭദിനം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് 1K അടിക്കണം. അതിന് മുമ്പേ നമ്മൾ 400 സബ് ആക്കണം. അത് കഴിഞ്ഞിട്ട് 500 സബ് ആക്കണം. 600 700 അങ്ങനെ പോകണം. പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം, ടാറ്റ.